കേരളം അറിയപ്പെടുന്ന സെലിബ്രിറ്റി ആരാ? ശ്രീ പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞൊരു പ്രസ്താവനയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, മലപ്പുറത്തെ എല്ലാ സ്ത്രീകളും വീട്ടു തടങ്കലിലാണ്. എക്സാക്ട്ലി ലിറിക്കലി അങ്ങനെയല്ല, അതാണ് അതിന്റെ ഒരു എന്താ പറയാ ഇന്റൻഷൻ. അതാണ് അതായത് നമ്മള് മലപ്പുറത്തുള്ള സ്ത്രീകളൊക്കെ വീട്ടിനുള്ളിലാണ്, അടുക്കളയിലാണ്. അവർക്ക് പുറത്തിറങ്ങാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ പബ്ലിക് കാണുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനൊന്നും അവസരമില്ല എന്നുള്ളതാണ്. വീഡിയോ ആദ്യം കണ്ടോ. നമ്മള് ഈ മലപ്പുറത്തൊരു പ്രശ്നമുണ്ട്. പെണ്ണുങ്ങളൊക്കെ അടങ്ങി കുത്തിരിക്കണം, ഓലൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല, ക്യാമറയുടെ മുന്നിലേക്ക് വരാൻ പറ്റൂല. അങ്ങനെ പെണ്ണുങ്ങളേറ്റ് നമ്മൾ എന്താ വീഡിയോ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയപ്പോ നല്ല തെറി കൂടി. ആദ്യം നമ്മൾ ഒറ്റക്ക് ചെയ്തപ്പോ അല്ലാതെ ഇജാതി തെറിയൊന്നും ഉണ്ടായില്ല. കുട്ടികളുണ്ട്, അവരൊക്കെ അത് കാണുന്നുണ്ട്. അവർക്ക് അപ്പൊ അവരെങ്ങനെ വിഷമം നേരിടുന്നത്? പിന്നെ 2 മക്കള് വേറുണ്ട്, ഓൽക്കൊണ്ട് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അയറ്റാക്കൊക്കെ തെറിയുണ്ടാവും. അപ്പൊ അതേപോലെ ഞാനൊരു വീഡിയോ ഇട്ടു. ചെറിയ കുട്ടികളല്ലേ ചങ്ങായിമാരെ, അയറ്റാൾ എന്തിനാ ഈ തെറി പറയണേ? പുറത്ത് കാണിച്ചാൻ വേണ്ടിയാണ്ട് നമ്മൾ അയറ്റാക്കൊരു പേജ് ഉണ്ടാക്കി കൊടുത്താണ്. അതിന്റെ അടിയിലൊക്കെ വന്നാണ്ട് 4 വയസ്സായ കുട്ടികളെ വെച്ച് പിന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഉണ്ടാക്കി കൊടുക്കണം. ഒരുപാട് കുട്ടികളുണ്ട്, ഓരൊക്കെ അതേപോലെ പിന്നെ വീഡിയോ ചെയ്യുന്ന പോലല്ലേ. അപ്പൊ നമ്മക്കിടുമ്പോ പ്രത്യേകിച്ച് കൂടും. നമ്മളെ ഈ പറഞ്ഞ കുട്ടികളുടെ വിഷയം പറഞ്ഞല്ലോ, ഇത് നമ്മളെ ചാനലിൽ നമ്മളൊരു സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു വീഡിയോ ഉണ്ട്. അതായത് കുട്ടികളെ തെറികളേണ്ട ആവശ്യമില്ല. അതായത് മലപ്പുറത്ത് പ്രശ്നം ഇല്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അത് ഇവൻ പറയണത് എന്താ വെച്ചാൽ, മലപ്പുറത്ത് ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാല് ഇവര് ഈ കുട്ടികളൊക്കെ പെരയിൽ അടങ്ങി കുത്തിരിക്കണം അല്ലെ. അതായത് ഒരു പുറത്തിറങ്ങാൻ പാടില്ല, ഒരു വീട്ടിൽ തന്നെ ഈ പറഞ്ഞ പോലെ വീട്ടു തലങ്കലിൽ ഇടണം. അതാണ് മലപ്പുറക്കാർക്ക് ആവശ്യം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളൊക്കെ മലപ്പുറക്കാരാണ്. എനിക്കൊരു റിവ്യൂ ചാനലുണ്ട്. ഇന്ന് ഞാൻ എന്റെ വൈഫായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. തുടക്കത്തിൽ കുറെ ഇട്ടിട്ടുണ്ട്. ആളെ പ്രഗ്നൻസി മറ്റു കാര്യങ്ങളും അടക്കാണ് ഇപ്പൊ കുറച്ച് വീഡിയോ ചെയ്യാത്തത്. എനിക്ക് കിട്ടില്ലല്ലോ ഇമാര് തെറിയൊന്നും. അതല്ലാതെ തെറി പറയച്ചാൽ കമന്റുകൾ എല്ലാത്തിലും ഉണ്ട്. ഇത് കുഞ്ഞാനെ സംബന്ധിച്ചുള്ള അവന്റെ കണ്ടന്റിനാണ് പ്രശ്നം. അവിടെ ഭാര്യ വീഡിയോ ചെയ്തു എന്നുള്ളതോ അവര് ചെയ്യുന്ന വീഡിയോസിന്റെ കണ്ടന്റ്, അവിടെ അവതരണം, അത് ഇഷ്ടപ്പെടാത്ത ആളുകൾ നെഗറ്റീവ് പറയും. മലപ്പുറം ജില്ലയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളെത്ര ആൾക്കാർ തെരുവിലേക്ക് മലപ്പുറത്ത് ഇപ്പോഴും അങ്ങനെ കാണുന്ന ആളുകൾ മലപ്പുറത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നാണക്കേടാണ് അല്ലെ. പിന്നെ മനസ്സിലാക്കേണ്ട, ഇന്നും തുടർച്ചയായി ഏറ്റവും കൂടുതൽ A+കൾക്ക് പെൺകുട്ടികളടക്കം A+ വാങ്ങുന്ന ജില്ലയാണ് മലപ്പുറം. ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ്, നീറ്റ് എക്സാമിൽ അടക്കം സ്ത്രീകളാണ് കൂടുതൽ. അത് മുസ്ലിം സ്ത്രീകള്. അത് കാലം മാറി. വിദ്യാഭ്യാസ സമ്പന്നത എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ത്രീകളിൽ, കുട്ടികളിൽ, പെൺകുട്ടികളിലൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഇനി എന്റർടൈൻമെന്റ് വേണമെങ്കിൽ എടുത്തോ, സിനിമയിൽ എത്ര ആൾക്കാരുണ്ട്. അനിക സുരേന്ദ്രൻ കുട്ടി ഉണ്ടല്ലോ, മറ്റേ നമ്മളെ കുഞ്ചോക ഭവനെ മറ്റേ പട്ടല്ല വൈന്റെ ആ കുട്ടി മലപ്പുറമാണ്. അത് സംസ്ഥാന അവാർഡ് കിട്ടിയ നടിയാണ്, പൊന്നാനിക്കാരിയാണ്. പേരും കറക്റ്റ് ഓർമ്മയില്ല. നമ്മുടെ നിലമ്പൂർ ആയിഷ, നിലമ്പൂരുകാരിയാണ്. നിലമ്പൂർ ആയിഷ അങ്ങനെ രാഷ്ട്രീയത്തില് ലീഗിലാണെങ്കിലും നിലമ്പൂർ ആയിഷൊക്കെ പറയുമ്പോ ആദ്യ കാലങ്ങളിൽ കുറെ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. അത് എല്ലാ സ്ഥലങ്ങളിലും സ്ത്രീകൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴും മലയാള സിനിമകൾ എടുത്ത് നോക്കൂ. പെൺകുട്ടികൾക്കെതിരെ എന്തൊക്കെ ആരോപണങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളും ഇത് നടക്കുന്നത് എന്തൊക്കെയാണ്. അത് കരുതിയിട്ട് മലപ്പുറം എന്ന് പറഞ്ഞൊരു ജില്ലയെ മൊത്തത്തിൽ പറയാൻ എന്ത് അവകാശമാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ? വേറൊരു കാര്യം, ഈ മലപ്പുറത്ത് തന്നെ ഓൾറെഡി ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വ്ളോഗുകൾ ചെയ്യുന്ന എത്ര വ്ളോഗർമാരുണ്ട്. കമന്റുകൾ വരുന്നില്ല. അതെ, സ്വാഭാവികമായിട്ടും ഒരു 10 കമന്റ് വന്നാലും 1-2 നെഗറ്റീവ് ഉണ്ടാവും. അത് സ്വാഭാവികമായിട്ടുള്ളതാ. കുഞ്ഞാനെ കുറച്ച് കൂടുതലുണ്ട്. അല്ല, കുഞ്ഞാൻ പറഞ്ഞ വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. മലപ്പുറം എടുത്ത് പറയുമ്പോ കുഞ്ഞാനൊരു മുസ്ലിം ഫാമിലിയാണ്. മലപ്പുറം എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിംസ് കൂടുതലുള്ള ഒരു ജില്ലയാണ്. സോ ഒരു മുസ്ലിംസ് പുറത്തിറങ്ങുമ്പോൾ ആ ഒരു സംഭവം കൂടി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം എടുത്ത് പറഞ്ഞു. ഞാൻ എന്റെ വൈഫായിട്ട് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നം ഞാൻ കേട്ടിട്ടില്ല. അതല്ലാതെ മുസ്ലിം ഫാമിലിയിൽ നിന്ന് തന്നെ എത്ര ആളുകളുണ്ട് ഇവിടെ. എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ ആയിട്ടാണെങ്കിലും ഒരുപാട് പൊളിറ്റീഷ്യൻസ് മുസ്ലിം ലീഗിലാണ്, CPM-ലാണെങ്കിലും ഉയർന്നു വന്നിട്ടുണ്ട്. കോൺഗ്രസ് നിന്നൊക്കെ സ്ത്രീകൾ ഉയർന്നു വന്നിട്ടുള്ള ജില്ലയാണ് മലപ്പുറം. ഒരുപാട് പേരുണ്ട്. അവിടെ പേരൊന്നും എടുത്ത് പറയാൻ നമുക്ക് സമയമല്ല. നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും. മലപ്പുറത്ത് സ്ത്രീകൾ അങ്ങനെ എന്താ പറയാ വീട്ടിനുള്ളിൽ തടങ്കലൊന്നല്ല. പക്ഷെ അങ്ങനെയുള്ളവർ ഉണ്ടാവും. അത് മലപ്പുറത്ത് മാത്രമായിട്ടല്ല, കേരളത്തിൽ മൊത്തമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ, ലോകത്ത് മൊത്തം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ആ പ്രശ്നങ്ങൾ മലപ്പുറത്തും ഉണ്ട്. അല്ലാതെ മലപ്പുറത്ത് മാത്രമായിട്ടുള്ള എന്തെങ്കിലും സ്ത്രീകൾക്ക് നേരിടുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് നിയമങ്ങൾ കേരളത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെ മലപ്പുറത്ത് മാത്രമാണോ അതൊക്കെ വരുന്നുകൊണ്ടിരിക്കുന്നത്? അല്ല.
അപ്പൊ നിങ്ങൾ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിൽ വിമാനം പറത്തിയ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഇപ്പൊ അടുത്ത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ട്, മലപ്പുറംകാരിയാണ്, പേര് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പൊ കുറച്ച് ജസ്റ്റ് മുമ്പ് എന്നിട്ട് നമ്മളെ തങ്ങളൊക്കെ വീട്ടിൽ പോയി കണ്ട് മൊമെന്റ് ഒക്കെ കൊടുത്തിരുന്നല്ലോ. ഇപ്പൊ അടുത്ത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി വിമാനം പറത്തിയ ഒരു കാഴ്ച. അതുപോലെ സ്പോർട്സുകളിലൊക്കെ ഒരുപാട് കഴിവ് തെളിയിച്ച ആളുകളുണ്ട് നമുക്ക് പരിചയം. ഇത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് പിന്നെ എടുത്തു പറയുന്നത് പിന്നെയും പാണ്ടിക്കോടും ഒക്കെ വരുന്നത് പാണ്ടിക്കോക്കെ വരുന്നുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാൻ പ്രത്യേകം മലപ്പുറം എന്നെടുത്ത് പറഞ്ഞുകൊണ്ടാണ് മലപ്പുറത്തെ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത്. സ്ത്രീകൾ എല്ലാ മേഖലയിലും വളർച്ച കൈവരിച്ചിട്ടുണ്ട്, അവര് ഉന്നത വിജയങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഉള്ളത് തന്നെയാണ്. പറഞ്ഞ ഭയങ്കര വിവാദമാണ്. അപ്പൊ കുഞ്ഞാൻ ഇത് പറഞ്ഞേക്കും മാപ്പ് പറയണം. മലപ്പുറത്ത് അങ്ങനെ പ്രശ്നമേ ഇല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ അംഗീകരിക്കൂല. എന്നാലും അതായത് പാണ്ടിക്കാട് കുഞ്ഞാൻ ഈ കാര്യത്തിൽ സ്വന്തം വീട്ടിലെ കാര്യം പറഞ്ഞാൽ മതി, മലപ്പുറം ജില്ലക്കാരെ മൊത്തത്തിൽ പറയാം, ഞങ്ങളൊക്കെ അതിൽ പെട്ടതാണ്. അപ്പൊ ആ വർത്താനം പറയാൻ നിൽക്കരുത്, അത് ഊച്ചാളിത്തരാണ്. ഇതില് മൂപ്പര് മനസ്സിലാക്കണ്ട വെച്ചാല് കുഞ്ഞാന് നെഗറ്റീവ് വരാൻ പ്രധാന കാരണം കണ്ടന്റുകള് അതൊരു പ്രശ്നമാണ്. മറ്റേ സ്റ്റാമിന ബൂസ്റ്റർ അടക്കമുള്ള സാധനങ്ങളൊക്കെ അവതരണം അവതരിപ്പിക്കുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കാം, സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നെഗറ്റീവ് പറയും. അതിനെ ഒരിക്കലും ഒരു ജില്ലയെയോ ഒരു സമുദായത്തെയോ ഒരു കൂട്ടാളുകളെയോ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടന്റ് ഇട്ടാൽ നമ്മളെ സ്വന്തം പരിപാടി ഒന്നുമല്ല, എല്ലാവർക്കും കാണാൻ പറ്റും. നമുക്കും അറിയാം. ഇപ്പൊ ഞങ്ങൾ ഇടുന്ന വീഡിയോ എല്ലാവരും കാണുന്നു, ഇത്ര ആൾക്കാർ മാത്രം കണ്ടാൽ മതി എന്ന് വിചാരിച്ച് സെലക്ട് ഇടാനും പറ്റൂല. അപ്പൊ കാണുന്ന ആളുകൾ ഇഷ്ടമുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നവരും നമ്മൾ പറയുന്ന കാര്യത്തിന് ഇപ്പൊ നമ്മൾ പറയുന്ന ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ സപ്പോർട്ട് ചെയ്തവരും കമന്റ് ഇടാൻ ചിലപ്പോൾ ആളുണ്ടാവും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമാണ്. അതിന് ഏതെങ്കിലും ഒരു വിഭാഗത്തിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജില്ലേനെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു സമൂഹത്തിനെ നിങ്ങൾ കുറ്റം ചാർത്തി കൊടുത്തിട്ട് അത് ഉണ്ടാക്കുന്ന പരിപാടി വളരെ മോശം പരിപാടിയാണ് മിസ്റ്റർ കുഞ്ഞാൻ. കാരണം നിങ്ങളെ ഈ കുഞ്ഞാൻ ഇത് കാണുന്നില്ലേ കാരണം, പക്ഷെ പറയണത് കുഞ്ഞാന്റെ കുട്ടികൾക്കെതിരെ ഈ പ്രശ്നം വന്നപ്പോ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നല്ല വ്യൂവേഴ്സും വന്നു. തുടക്ക സമയത്തൊക്കെ ഭയങ്കര, ഇപ്പോഴും തുടക്കം തന്നെയാണ് വേറെ കാര്യം, പക്ഷെ ഏറ്റവും തുടങ്ങുന്ന സമയത്താണ് അതൊക്കെ. ആ സമയത്ത് നല്ല വ്യൂ വന്നിട്ടുണ്ട്. കാരണം കുഞ്ഞാനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ദേശീയ ആളുകളൊക്കെ ആയിട്ട് കുഞ്ഞാൻ അറിയുന്ന അത്രയും ആളുകളുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. മലപ്പുറത്ത് അങ്ങനെ ഒരു പ്രശ്നമല്ല. അങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കുറെ ആളുകളുടെ കുഴിയിൽ വീണിട്ട് അമ്മാരി ഡയലോഗ് ആ കൂട്ടത്തിലേക്ക് ഇറങ്ങി ജില്ല. ഇപ്പൊ എന്തായാലും ഈ വരുന്ന കമന്റുകളൊക്കെ മലപ്പുറം ജില്ലയിൽ നിന്നാണോ? അല്ലല്ല. മലപ്പുറം ബേസിക്കലി മലപ്പുറത്തുള്ള ആളാകുമ്പോൾ കൂടുതൽ വ്യൂ വരുന്നതൊക്കെ മലപ്പുറത്ത് ഒരിക്കലും പറയാൻ പറ്റൂല. കാര്യങ്ങളൊക്കെ മലപ്പുറത്താണ് കൂടുതൽ. മലപ്പുറംകാരാണ് കൂടുതൽ കാണുന്നത്, മലപ്പുറംകാരായിരിക്കും. വരുന്ന കമന്റുകളിൽ കൂടുതൽ പെർസെന്റേജ് മലപ്പുറത്തുനിന്നായിരിക്കും. പക്ഷെ നെഗറ്റീവ് വരുന്നത് പുറത്തുനിന്ന് വരുന്ന ഒരുപാട് നെഗറ്റീവുകളുണ്ട്. അത് പേരുകൾ വായിച്ചു നോക്കി തന്നെ മനസ്സിലാവും. അപ്പൊ അത് മലപ്പുറത്തിന്റെ പേര് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പൊ മലപ്പുറത്തിന് മാത്രം കുറ്റം പറയുന്നത് നിർത്തണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. സ്വയം നന്നാവാൻ സമയം നന്നായിട്ട് കുറച്ച് മര്യാദക്ക് ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാല് സംഭവം. അതായത് പക്ഷെ അങ്ങനെ പറയുമ്പോൾ മൂപ്പരുടെ ഇഷ്ടമാണ് കണ്ടിട്ടോട്ടെ. പക്ഷെ കമന്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അത്രേ ഉള്ളൂ. കമന്റ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവും. വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനത്തെ കമന്റുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഒന്നെങ്കിൽ ഈ കമന്റിൽ ആളുകൾ വന്നിട്ട് വ്യക്തിപരമായിട്ട് പറയുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതായത് വീട്ടുകാരെ തെറി പറയുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് മലപ്പുറത്തിനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എതിർത്ത് പറഞ്ഞേ ഉള്ളൂ. ആ കമന്റുകളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഈ മലപ്പുറത്തിനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. മലപ്പുറത്തിന് അങ്ങനെ പ്രശ്നമില്ല. അത്രേ ഉള്ളൂ. അത്രയും പറയാനുള്ളൂ.